إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ഏറെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് ഈ സദസ്സിലും അല്ലാതെയുമായി ഈ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഈ ഒരു സായാഹ്നത്തിൽ മറ്റു പല തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഇത്തരമൊരു സംസാരത്തിലേക്കും സംവാദത്തിലേക്കും ചർച്ചയിലേക്കും നമ്മൾ കടന്നു വന്നിരിക്കുന്നത് വളരെ ഗൗരവമേറിയ ചില വിഷയങ്ങൾ സംസാരിക്കുവാനും സംവദിക്കുവാനുമാണ്. നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ യുക്തിവാദത്തെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച്, വിവിധ തത്വശാസ്ത്രങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റിലും ഒരുപാട് മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളൊന്നും ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നതായി നമ്മൾ കാണുന്നില്ല. മൃഗങ്ങൾക്കിടയിലൊന്നും ഇത്തരത്തിലുള്ള തത്വശാസ്ത്രങ്ങളെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ ഉള്ള തർക്കങ്ങൾ നമ്മൾ കാണുന്നില്ല. അവരാരും ഇത്തരത്തിൽ സായാഹ്ന സദസ്സുകളോ സംവാദങ്ങളോ ചർച്ചകളോ സംഘടിപ്പിക്കുന്നതായി നമ്മുടെ അറിവിലില്ല. എന്നാൽ നാം മനുഷ്യർ നിരന്തരമായി കൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, ആലോചിക്കുന്നു, ചർച്ച ചെയ്യുന്നു, തർക്കിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മാത്രം ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നത്? ഇവിടെയുള്ള പട്ടിയൊന്നും യുക്തിവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇവിടെയുള്ള പൂച്ച കമ്മ്യൂണിസത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഇവിടെയുള്ള പന്നിയോ അല്ലെങ്കിൽ കാക്കയോ മറ്റേതെങ്കിലും പക്ഷി മൃഗാദികൾ അവരാരും ഇത്തരത്തിൽ തത്വശാസ്ത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഗൗരവകരമായ ചർച്ചകളിൽ ഏർപ്പെടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ മാത്രം? അവിടെയാണ് മറ്റു മൃഗങ്ങൾക്കൊന്നുമില്ലാത്ത, ഇവിടെയുള്ള പട്ടിക്കോ പൂച്ചക്കോ കാക്കക്കോ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത, ചില പ്രത്യേകതകൾ മനുഷ്യനു മാത്രമായി ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് അവിടെയാണ്. എന്താണ് മനുഷ്യനെ സംബന്ധിച്ചു മാത്രമായുള്ള പ്രത്യേകത? എന്താണ് മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത്? അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനം അതിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെയുള്ള പട്ടിയോ പൂച്ചയോ കാക്കയോ അല്ലെങ്കിൽ കഴുതയോ ഒന്നും അവരാരും നന്മതിന്മകളെ കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ സംസാരിക്കുന്നില്ല. അവരാരും വസ്ത്രം ധരിക്കുന്നില്ല. അവരാരും സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കുന്നില്ല. നാഗരികതകൾ ഉണ്ടാക്കുന്നില്ല. അവരാരും വിദ്യാഭ്യാസം നേടുന്നില്ല. നമ്മൾ മാത്രം എന്തേ ഇങ്ങനെ? അവിടെയാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകേണ്ടത്. ഇവിടെയുള്ള മറ്റെല്ലാ മൃഗങ്ങളും അവരൊരു പ്രകൃതത്തിൽ ജനിക്കുന്നു, ആ പ്രകൃതത്തിൽ തന്നെ ജീവിക്കുന്നു, ആ പ്രകൃതത്തിൽ തന്നെ മണ്ണടിഞ്ഞു പോകുന്നു. ഒരു ജനിച്ചു വീണ ഒരു പശുക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പശുക്കുട്ടി എന്ത് ചെയ്യണമെന്ന്, എന്ത് തിന്നണമെന്ന്, എന്ത് തിന്നാൻ പാടില്ല എന്ന് ആ പശുക്കുട്ടിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഒരു പൂച്ചക്കുട്ടിയെ ആരും അത്തരത്തിലൊരു ക്ലാസ്സിനിരുത്തേണ്ടുന്ന കാര്യമില്ല. മറ്റേതെങ്കിലും മൃഗത്തിന് പാരന്റിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ മനുഷ്യന് മാത്രം അത് ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? അവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു മൃഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു മൃഗങ്ങളെല്ലാം അവരുടെ പ്രകൃതത്തിൽ തന്നെ ജനിക്കുന്നു, അവരുടെ പ്രകൃതത്തിൽ തന്നെ ജീവിക്കുന്നു, അവരുടെ പ്രകൃതത്തിൽ തന്നെ മരിച്ചു പോകുന്നു. പക്ഷേ മനുഷ്യൻ അവനൊരു ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു. പക്ഷേ ആ പ്രകൃതത്തിൽ നിന്നും തെറ്റാൻ സാധ്യതയുള്ള രൂപത്തിലാണ് അവൻ ജനിച്ചു വീഴുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യരും, എല്ലാ മനുഷ്യ കുഞ്ഞും
ഒരു ഫിത്രയിലാണ്, ഒരു ശുദ്ധ പ്രകൃതിയിലാണ് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. നമ്മൾ സാധാരണ പറയും മുസ്ലിം കുട്ടി, ഹിന്ദു കുട്ടി, ക്രിസ്ത്യൻ കുട്ടി, അല്ലെങ്കിൽ നിരീശ്വരവാദി കുട്ടി. അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് ഒരു ശുദ്ധമായ പ്രകൃതത്തിലാണ്. ആ ശുദ്ധ പ്രകൃതത്തിൽ നിന്നും പിന്നീട് അവന് തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഒരുപാട്. അഥവാ വിവേക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന്, എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ എന്ന്, എന്തു പറയണം, എന്തു പറഞ്ഞുകൂടാ എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് സ്വന്തമായ ഒരു വ്യക്തിത്വം രൂപീകരിക്കുവാനും മനുഷ്യന് കഴിവുണ്ട്. ഇതാണ് മറ്റു മൃഗങ്ങൾക്കില്ലാത്തത്. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. മറ്റു മൃഗങ്ങൾക്കൊന്നും ഈ നേച്ചറിനപ്പുറം ഒരു നേച്ചർ ആവശ്യമില്ല. കൃത്യമായി മനസ്സിലാക്കണം. എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ സിമ്പിളായ ഒരു കാര്യമാണ് പറയുന്നത്. ഇത് മനസ്സിലായാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകും. മറ്റു മൃഗങ്ങൾക്കൊന്നും ഒരു നേച്ചർ, പ്രത്യേകിച്ചൊരു പഠിപ്പിക്കൽ, ഒരു സംസ്കാരം പഠിപ്പിക്കൽ, ഒരു ധാർമ്മികത പഠിപ്പിക്കൽ ആവശ്യമില്ല. കാരണം എന്താ? അവർ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതൊക്കെ അവരുടെ പ്രകൃതത്തിലാണ്. 100 വർഷം മുമ്പ് ഒരു കിളി കൂട് കൂട്ടും, അതേ കിളി തന്നെ, അല്ലെങ്കിൽ അതേ സ്പീഷീസിൽപ്പെട്ട കിളി ഇന്നും അതേപോലെ തന്നെ കൂട് കൂട്ടും. അവർക്ക് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. അവർ കാര്യമായി പുതുതായി ഒന്നും കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ പുതുതായി ചിന്തിച്ചുണ്ടാക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ ചിന്തിക്കുന്നു. മനുഷ്യൻ അവന്റെ പ്രകൃതത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന രൂപത്തിലടക്കം ചിന്തിക്കാൻ അവന് കഴിവുണ്ട്. ഇവിടെയാണ് നേച്ചറും നേച്ചറും തമ്മിലുള്ള, പ്രകൃതവും അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പഠിച്ചെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ വേണ്ടത്. ഈ മനുഷ്യനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ലാത്തതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന യുക്തിവാദം, ലിബറലിസം, ഭൗതികവാദം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ മനുഷ്യന്റെ പ്രകൃതത്തെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായ്മയാണ്. ഞാനൊരു ചെറിയൊരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് വലിയ റെലവൻസ് ഉള്ള രൂപത്തിലായതുകൊണ്ടല്ല, മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ തുടങ്ങണം ഇന്നത്തെ സംസാരം എന്നുള്ളത് കൊണ്ടാണ്. ഒരു ചെറിയൊരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. ഇസ്ലാമിൽ ചില കാര്യങ്ങൾ പാടില്ല, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഹറാമാണ്, ചിലത് ഹലാലാണ്, ചിലത് വാജിബാണ്, നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇസ്ലാമിൽ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാമിൽ പന്നിയിറച്ചി, പോർക്ക് കഴിക്കാൻ പാടില്ല. അത് ഹറാമാണ്. ഈ ഹറാമാണ്, ഇസ്ലാമിൽ പന്നിയിറച്ചി ഹറാമാണ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോകളിലൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കുന്ന ഒരു ഭാഗം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജനിതകത്തിൽ തന്നെ എന്താണ് തിന്നേണ്ടത്, എന്താണ് തിന്നേണ്ടാത്തത് എന്നൊക്കെ അവന്റെ ജനിതകത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ള വളരെ അടിസ്ഥാനപരമായ ചില തെറ്റിദ്ധാരണകൾ അത് തിരുത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ സംസാരം തുടങ്ങാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. അണ്ണൻ എന്ത് ചെയ്തു? അണ്ണൻ എന്താ ആദ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, പോർക്കിനെ തന്നു, പശുവിനെ തന്നു, ഇതിനെ തന്നു, ഇതിനൊക്കെ തിന്നോളം പറഞ്ഞു അല്ലേ? നമുക്ക് എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം, ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ തിന്നണ്ടേന്നുള്ളത്. അത് നമുക്ക് തിന്നാൻ തോന്നണേ. അല്ലാത്ത ഭക്ഷണം കഴിക്കൂ, പുളിക്കൂ. തെറ്റ്. ഈ അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയാണ് മനുഷ്യനെ കുറിച്ച് പ്രത്യേകിച്ചും ഭൗതികവാദികൾക്കുള്ളത്. കാരണം മനുഷ്യൻ എന്ത് ചെയ്തുകൂടാ എന്നൊക്കെ അവന്റെ ജനിതകത്തിൽ തന്നെയുണ്ട്, എല്ലാം അവന്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. മനുഷ്യൻ തിന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം തിന്നാൻ പാടില്ല, മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നൊന്നും മനുഷ്യൻ പറയേണ്ടുന്ന കാര്യമില്ല. എല്ലാം അവന്റെ ജനിതകത്തിൽ തന്നെയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ എന്നെല്ലാം അവന്റെ ജനിതകത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ വേറെ ചില കാര്യം പറയുന്നതിനിടയിൽ ഈ പറഞ്ഞ കാര്യം മറന്നുപോയിക്കൊണ്ട് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അടക്കെ പരിചയമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെ ആ കാര്യം പറയുന്നത് നിങ്ങൾ കേട്ടു. സകലമാന ജീവി കുഞ്ഞു കുട്ടികൾ തീട്ടം തിന്നു. അത് ശരി, കുഞ്ഞു കുട്ടിയുടെ അത്ര പോലും ബുദ്ധിയില്ലാത്ത ജീവികളായി ജീവികള് ഇല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ സൗസർ ഇടാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പയറും കടലൊക്കെ തിന്നിട്ട് തിരിഞ്ഞ് ഇതിന്റെ കുട്ടികൾ തീട്ടുന്നുണ്ട് കണ്ടിട്ടില്ലേ? ഞാനും തിന്നിട്ടുണ്ട് 2 കഷ്ണം. ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ചാവേണ്ടായി തിന്ന വെച്ചോ അത് വെച്ചിട്ട് നമ്മളെല്ലാം സുഖമായി തിന്നണ്ടാ, ഞാൻ പറഞ്ഞു എന്നുള്ള. അപ്പൊ എന്താ പറഞ്ഞത്? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കാര്യ അല്ലെ? ഒരു മനുഷ്യ കുഞ്ഞിന്റെ മുന്നിൽ അവന്റെ മലം ഉണ്ടെങ്കിൽ അവനെ തടഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൻ അത് തിന്നുപോകും.
അദ്ദേഹം 2 കഷ്ണം തിന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് തിന്നണമെന്ന് അവന്റെ ജനിതക കോഡിൽ തന്നെയുണ്ട്. ആ ജനിതക കോഡിലുള്ളത് തിന്നാം, അതിനപ്പുറത്തേക്ക് അത് തിന്നാൻ പാടില്ല എന്നൊന്നും ആരും പറയാൻ പാടില്ല എന്നാണെങ്കിൽ മലം തിന്നാൻ പാടില്ല എന്ന് പറയാൻ പാടുണ്ടോ? അപ്പോ ഇവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. മറ്റേതെങ്കിലും ഒരു ജീവി, ഇവിടെയുള്ള പൂച്ചയോ അല്ലെങ്കിൽ കാക്കയോ ഒന്നും സ്വന്തം മലം തിന്നില്ല, മനുഷ്യൻ തിന്നുപോകും. അവിടെ ഒരു മനുഷ്യ കുഞ്ഞ് അവന്റെ മലം തിന്നാൻ പോകുമ്പോൾ അല്ല, അത് തിന്നേണ്ട ഒരു കാര്യമല്ല, അത് മോശം കാര്യമാണ്, അത് ഇച്ചീച്ചിയാണ് അല്ലേ? നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കും, അത് ഇച്ചീച്ചിയാണ്, അത് തിന്നേണ്ടതില്ല, ഇത് തിന്നാവുന്നതാണ്, ഇത് തിന്നാൽ നല്ലതാണ്, ഇത് തിന്നാൽ മോശമാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ? ഇവിടെയാണ് മനുഷ്യന്റെ പ്രകൃതത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. മറ്റു മൃഗങ്ങൾക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല, മനുഷ്യന് ആവശ്യമുണ്ട്. മനുഷ്യന് ആവശ്യമുണ്ട്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതം മാത്രം പോരാ, പ്രകൃതത്തിനപ്പുറത്തേക്ക് നേച്ചർ ആവശ്യമാണ്. അതുകൊണ്ടാണ് മനുഷ്യ കുഞ്ഞിന് ഓരോന്നും നമ്മൾ 6 വയസ്സ് വരെ അല്ലെങ്കിൽ 10 വയസ്സ് വരെ 15 വയസ്സ് വരെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്നത് കാര്യം ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്ത് കൂടാ, അതുപോലെ തന്നെ ഇങ്ങനെ ജീവിക്കാൻ ശ്രമിക്കണം, ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാകും എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് മനുഷ്യന്റെ ഈ പ്രകൃതം ഇങ്ങനെയായതുകൊണ്ടാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യന് അവന്റെ പ്രകൃതത്തിനപ്പുറത്തേക്കുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ്. ഒരു ഗൈഡൻസ് ആവശ്യമാണ്. എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ എന്നുള്ളത് വിഷയത്തിൽ മാത്രമല്ല, ഏതു വിഷയത്തിലും ഒരു ഗൈഡൻസ് മനുഷ്യന് ആവശ്യമാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന വിഷയത്തിൽ കൃത്യമായ ഒരു ഗൈഡൻസ് മനുഷ്യന് ആവശ്യമാണ്. ആരാണ്, ഇനി അടുത്ത ചോദ്യം, ആരാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഈ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുക? അവിടെയാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന് പഠിപ്പിക്കപ്പെടേണ്ടതിന്റെ അനിവാര്യത എന്ന് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യനെ സംവിധാനിച്ച, മനുഷ്യന്റെ വിചാരങ്ങൾ അറിയുന്ന മനുഷ്യൻ എന്തൊക്കെ ചിന്തിക്കും, ഏതൊക്കെ രൂപത്തിൽ ചിന്തിക്കും, എങ്ങനെയൊക്കെ ചിന്തിക്കും, ഇതിനെക്കുറിച്ചെല്ലാം പരിപൂർണമായി അറിയുന്ന ഒരു സൃഷ്ടാവിൽ നിന്നുള്ളതായിരിക്കണം ആ ഗൈഡൻസ്. ആ സൃഷ്ടാവിൽ നിന്നുള്ളതായിരിക്കണം ആ ഗൈഡൻസ്. അവിടെയാണ് ആരാണ് ആ സൃഷ്ടാവ്? ഒന്നാമത്തെ ചോദ്യം അതാണ്. ആരാണ് ആ സൃഷ്ടാവ്? അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ, ആ സൃഷ്ടാവിന്റെ ഗൈഡൻസ് നമ്മൾ പാലിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. ആരാണ് ആ സൃഷ്ടാവ്? അത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് മാലോകരെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ സംസാരം ശ്രവിക്കുന്ന ഈ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ കേൾക്കുന്ന ആളുകളോട്, നിങ്ങൾ എല്ലാവരോടും, നിങ്ങൾ ഏതു മതസ്ഥനാകട്ടെ, ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, ആരാണെങ്കിലും നിങ്ങളെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സട്ടാവ് വിളിച്ച് പറയുകയാണ്, യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു കുലദൈവത്തിന്റെ അടുത്തേക്ക് വരണമെന്നല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാദേശിക ദൈവത്തിന്റെ അടുത്തേക്ക് വരണമെന്നല്ല, നമ്മളെപ്പോലെ തിന്നും കുടിച്ചും അതുപോലെ തന്നെ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്തേക്ക്, ഏതെങ്കിലും ഒരു കൾട്ടിന്റെ അടുത്തേക്ക് വരണമെന്നല്ല, മറിച്ച് മനുഷ്യരെ വിളിച്ചുകൊണ്ട്, ജനങ്ങളെ, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ ആവശ്യപ്പെടുകയാണ്, യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. അല്ലദീ ഖലഖക്കും, ആരാണ് ആ രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ ഏകനായ സട്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. ആ സട്ടാവിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സട്ടാവിനെ അറിയാത്തവർ, ആ സട്ടാവിനെ കുറിച്ച് പഠിക്കാത്തവർ നിർബന്ധമായും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇത് ഏറ്റവും വർഗീയതയില്ലാത്ത സന്ദേശമാണ്. ഒരൽപ്പം പോലും, ഒരു തരിമ്പ് പോലും വർഗീയതയില്ലാത്ത സന്ദേശമാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ മുഹമ്മദ് നബി ആരാധിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, അത് സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നു, അല്ല, മുഹമ്മദ് നബിയെ അല്ല, മുഹമ്മദ് നബിയുടെ സട്ടാവിനെ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകട്ടെ ആണ് അല്ലൈലു വന്നഹാർ, രാവും പകലും, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായ ഒരു അധ്യാപനം മനുഷ്യരെ പഠിപ്പിക്കുകയാണ്, ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ,
സൂര്യനെയോ ചന്ദ്രനെയോ നിങ്ങൾ പ്രണാമമർപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ ആരാധനകൾ നിങ്ങൾ അർപ്പിക്കേണ്ടത് സൂര്യനല്ല. സൂര്യൻ വലിയതാണ്, വലിയ ഒരു നമുക്ക് വലിയ രൂപത്തിൽ എനർജി നൽകുന്ന പ്രൈമറി സോഴ്സ് ഓഫ് എനർജി തന്നെയാണ് സൂര്യൻ, യാതൊരു സംശയമില്ല. നമ്മുടെ ഭൂമിയെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ് സൂര്യൻ, യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ അല്ല പ്രണാമമർപ്പിക്കേണ്ടത്. അടിസ്ഥാനപരമായ അധ്യാപനം ആ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച സട്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. ഇതാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ആദർശമല്ലേ? ഏറ്റവും ലളിതമായ ആദർശം. സൂര്യനെയല്ല സൂര്യന്റെ സട്ടാവിനെ ആരാധിക്കുക, ചന്ദ്രനെയല്ല ചന്ദ്രന്റെ സട്ടാവിനെ ആരാധിക്കുക, ഭൂമിയെയല്ല ഭൂമിയുടെ സട്ടാവിനെ ആരാധിക്കുക, മുഹമ്മദ് നബിയെ അല്ല മുഹമ്മദ് നബിയുടെ സട്ടാവിനെ ആരാധിക്കുക, യേശുക്രിസ്തുവിനെയല്ല യേശുക്രിസ്തുവിന്റെ സട്ടാവിനെ ആരാധിക്കുക, മഹാന്മാരെയല്ല മഹാന്മാരുടെ സട്ടാവിനെ ആരാധിക്കുക, നബിമാരെയല്ല നബിമാരുടെ സട്ടാവിനെ ആരാധിക്കുക. ഇത് ആർക്കും, ഏതൊരു മനുഷ്യനും, മനുഷ്യനായി പിറന്ന ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കാര്യം. നമ്മളെല്ലാരെയും സൃഷ്ടിച്ച ഒരു സട്ടാവുണ്ട്, ആ സട്ടാവിനെ മാത്രം ആരാധിക്കുക, അവന് മാത്രം പ്രണാമർപ്പിക്കുക. ആരാധനയുടെ ഭാഗമായ പ്രാർത്ഥനകളാകട്ടെ, നേർച്ചകളാകട്ടെ, വഴിപാടുകളാകട്ടെ ആ ഏകനായ സട്ടാവിന് മാത്രം കൊടുക്കുക. ഇത്രയും ലളിതമായ ഒരു ആദർശം വേറെയുണ്ടോ? ഇതാണ് ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്. ഇത് പറയുമ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ശരി, നമ്മളെല്ലാരെയും സൃഷ്ടിച്ചൊരു സട്ടാവുണ്ടെങ്കിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും എല്ലാവരെയും സൃഷ്ടിച്ച ഒരു ഏകനായ സട്ടാവുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു ദൈവമുണ്ടോ? അങ്ങനെ ഒരു ദൈവമുണ്ടോ? അങ്ങനെ ഒരു സട്ടാവുണ്ടോ? തീർച്ചയായും നമുക്ക് ആലോചിക്കാം, ചിന്തിക്കാം, പഠിക്കാം, യാതൊരു സംശയമില്ല. നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. എങ്കിൽ അങ്ങനെ ഒരു സട്ടാവുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ ആദ്യം ഉത്തരം പറയേണ്ടത് മറ്റൊരു ചോദ്യം കൊണ്ടാണ്. നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവ്, ആ സട്ടാവിന്റെ മാർഗദർശനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും വരുന്ന ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന ചോദ്യമാണ്. ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കണ്ടെത്തുന്നത് മറ്റൊരു ചോദ്യം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചാൽ, ശരി, അങ്ങനെ ഒരു ദൈവം ഇല്ലെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്കെന്തായാലും അറിയാം, ഈ കാണുന്ന മഹാപ്രപഞ്ചം ഇവിടെ ഉണ്ട്. ദൈവമുണ്ടോ ഇല്ലെന്ന് അവിടെ വെക്കട്ടെ, ഈ കാണുന്ന മഹാപ്രപഞ്ചം ഇവിടെ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് കണ്ണെത്താ ദൂരത്ത്, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെത്താൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് മഹാപ്രപഞ്ചം, അതിന്റെ സൂക്ഷ്മ പ്രപഞ്ചമാകട്ടെ സ്ഥൂല പ്രപഞ്ചമാകട്ടെ നമുക്ക് പഠിച്ചെത്താൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അത്രയും അന്യൂനമായ ഒരു പ്രപഞ്ചം ഇവിടെ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായി? അല്ലെ, ഒരു ചോദ്യമാണ്. അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായി? ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഈ ചോദ്യം അടിസ്ഥാനപരമായ ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം നമ്മൾ ഇന്ന് മലപ്പുറത്ത് ഈ 2025 പ്രത്യേകിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ ചോദിച്ച ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം, ദൈവനിഷേധികളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഖുർആനിൽ ചോദിച്ച ഏതാനും ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഖുർആൻ ചോദിക്കുകയാണ്, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, നിങ്ങൾ അതല്ല യാതൊരു വസ്തുവിൽ നിന്നുമല്ലാതെ ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ? അതല്ല അവർ തന്നെയാണോ അവരുടെ സട്ടാക്കൾ? വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെ? ഒന്നുമില്ലായ്മയിൽ നിന്ന് അവര് ഉണ്ടായിരിക്കുകയാണോ? ഖുർആന്റെ അടുത്ത ചോദ്യം, ആകാശഭൂമികളെ അവരാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? അവർ ദൃഢമായി വിശ്വസിക്കുന്നില്ല. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും പിന്നെ എങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടായി? How something came from nothing. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എങ്ങനെ എന്തെങ്കിലും ഉണ്ടായി, എങ്ങനെ പ്രപഞ്ചമുണ്ടായി എന്ന അടിസ്ഥാന ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 2025 ജനുവരി 28 എന്ന് പറയുന്ന ഈ ദിവസവും നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തൃപ്തികരമായ ഒരു ഉത്തരം പറയാൻ ഈ 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ ചോദിച്ച അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഇന്നും കൃത്യമായ ഒരു ഉത്തരം പറയാൻ ഇവിടെയുള്ള ഒരു നിരീശ്വരവാദിക്കും സാധിച്ചിട്ടില്ല.
അല്ലേ? വിശദീകരിക്കണ്ടേ? ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചാൽ പോരല്ലോ, അങ്ങോട്ട് വിശദീകരിക്കണ്ടേ? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെ പ്രപഞ്ചമുണ്ടായി, എങ്ങനെ ഇതൊക്കെ ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും ഉണ്ടായി, എന്തെങ്കിലുമൊക്കെ ഉണ്ടായ പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് വികസിച്ചു പരിണമിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെ ഒപ്പിക്കാം. പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടായി, ഇത് വിശദീകരിക്കാൻ അവർക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. ഒരുപാട് നിരീശ്വരവാദികൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, വല്ലാതെ വിയർത്തു. ഏതുവരെ ചോദിച്ചാൽ ഒരു പുസ്തകം തന്നെ ഇറക്കി. ആ പുസ്തകത്തിന്റെ പേര് എ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്നാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചം. നല്ല ഒരു പുസ്തകമാണ്. അപ്പൊ നമുക്കൊക്കെ സന്തോഷായി. ഒരുപാട് നൂറ്റാണ്ടുകളായി ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നത്തിങ്ങിൽ നിന്നും എങ്ങനെ എല്ലാം ഉണ്ടായി എന്ന ഒരു ചോദ്യത്തിന് ഇതാ ഒരു ഉത്തരം കിട്ടാൻ പോവുകയാണ്. നിരീശ്വരവാദികൾ അതിന് ഉത്തരം പറയാൻ പോവുകയാണ്. അതും ഇവിടെയുള്ള ഏതെങ്കിലും പീഡിയക്കോലായിലുള്ള ഏതെങ്കിലും നിരീശ്വരവാദിയല്ല, നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ, അവർ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന, ആഗോളതലത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട നിരീശ്വരവാദിയായ ലോറൻസ് ക്രോസ് എ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്നുള്ളതിൽ അതിനൊരു മറുപടി കൊണ്ടുവരികയാണ്. ആ മറുപടിയുടെ ഏറ്റവും രത്ന ചുരുക്കം, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാമ്പ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാകുമെന്ന് നിരീശ്വരവാദികൾ ഇതാ തെളിയിക്കാൻ പോവാൻ. എന്താ അവർ പറയുന്നത്? ലോറൻസ് ക്രോസ് പറയാൻ, once you have some energy, using quantum rules and Dirac's equation, you can create mass out of nothing. ശരിക്കും നിങ്ങൾ എല്ലാവരും മനസ്സിരുത്തിയത് വായിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായി എന്നുള്ളതിനുള്ള ഉത്തരമാണിത്. once you have some energy, കുറച്ച് എനർജി ഉണ്ടെങ്കിൽ, യൂസിങ് ക്വാണ്ടം റൂൾസും അതുപോലെ തന്നെ ഡിറാക്സ് ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാസ് ഉണ്ടാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് വായിച്ച് ഇനി അതിന്റെ മലയാളം കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. അല്പം ഊർജമുണ്ടെങ്കിൽ ക്വാണ്ടം നിയമങ്ങളും ഡിറാക് സൂത്രവാക്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒന്നുമില്ലായിൽ നിന്നും ഘനത്വമുണ്ടാക്കാം. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഞാൻ അടിവരയിട്ടിട്ടുണ്ട്. എന്താ അത്? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമെന്ന് നിരീശ്വരവാദികളുടെ തലതൊട്ടപ്പന്മാരായ ആളുകൾ, അവരുടെ ആസ്ഥാന ബുദ്ധിജീവികൾ ഒരു പുസ്തകം എഴുതി തെളിയിച്ചിരിക്കുകയാണ്. എന്താ? ഒന്നാമത്തെ വാചകം നോക്കുക, ആ വാചകത്തിന്റെ തുടക്കം നോക്കുക. നമുക്ക് എന്താ വേണ്ടത്? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടായി കിട്ടണം. മൂപ്പര് പുസ്തകം എഴുതി, ഒരു വലിയൊരു പുസ്തകം എഴുതി തെളിയിച്ചിട്ടുള്ള കാര്യ. അല്പം ഊർജം ഉണ്ടെങ്കിൽ, അല്ലെ, നമ്മൾ ഇച്ചിരി ഊർജമുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ശരിയാക്കി തരാം. കുറച്ച് ഊർജമുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കുറച്ച് ഇക്വേഷനും അതുപോലെ തന്നെ ക്വാണ്ടം സമവാക്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മാസ് ഉണ്ടാക്കാം. പ്രിയമുള്ളവരെ, ഈ നത്തിങ്, ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അവിടെ എനർജി ഉണ്ടാവോ? അവിടെ ഊർജം ഉണ്ടാവോ? ഊർജം ഉണ്ടെങ്കിൽ അത് ഒന്നുമില്ലായ്മയാണോ? ഇതാർക്കും വായിച്ചാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഇത്. പക്ഷേ നിരീശ്വരവാദികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. അവരുടെ ആസ്ഥാന ബുദ്ധിജീവി പുസ്തകമിറക്കിയതാണിത്. ഇതിനപ്പുറത്ത് ഞാൻ പറയണ്ടല്ലോ, അല്ലേ? ഇതാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടായി എന്നുള്ളതിന് ഇവർ ഉത്തരം പറയാൻ ശ്രമിച്ചതിന്റെ കോലം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും ഉണ്ടായി തുടങ്ങാണ്. ശരി, ഞാനിതാ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും പ്രപഞ്ചമുണ്ടായത് വിശദീകരിക്കാൻ പോവാണ്. കുറച്ച് ഊർജമുണ്ടെങ്കിൽ ബാക്കി ഞാൻ ശരിയാക്കി തരാം. കുറച്ച് ഊർജം ഉണ്ടെങ്കിൽ അത് നത്തിങ് അല്ല. അവിടെ എന്തേ സംഭവിക്കുന്നുള്ളൂ? ഊർജത്തിനെ മാസാക്കി മാറ്റുക എന്നുള്ളത് മാത്രം ഇവിടെ സംഭവിക്കുന്നുള്ളൂ. എനർജിയും മാസും അത് കൺവേർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അതല്ലാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കപ്പെടുന്നില്ല, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് കോമൺ സെൻസാണ്. ഞാൻ ഇതെങ്ങനെയൊക്കെ പറയുന്നത്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഡിറാക്സ് ഇക്വേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സോ ഇതൊന്നും വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയുടെ തേട്ടമാണ്, അല്ലേ? ഞാനിവിടെ ഈ മലപ്പുറത്തിന്റെ ടൗൺ ഹാളിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കാണെന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലപ്പുറത്തെ എന്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അടുത്ത് വന്നിരിക്കുന്നത്, ഇവിടെ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത് വലിയൊരു വിശേഷം പറയാനാണ്. ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് ഇന്ന് രാവിലെ എന്റെ റൂമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാനൊരു വലിയ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. എന്താണ് അത്ഭുതകരമായ കാഴ്ച? ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അലൂമിനിയത്തിന്റെയും അതുപോലെ തന്നെ ഇരുമ്പിന്റെയൊക്കെ കണങ്ങൾ ഇങ്ങനെ എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് ഞാൻ കണ്ടു.
അങ്ങനെ ആ ആവാഹിച്ചു വന്ന അലൂമിനിയത്തിന്റെയും ഇരുമ്പിന്റെ ഒക്കെ കണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി ചേർന്ന് ഇങ്ങനെ കൂടിച്ചേരുന്നത് എന്റെ കൺമുന്നിൽ ഇങ്ങനെ കാണാൻ. വേറൊന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, കയ്യും കെട്ടി നോക്കിക്കുക. അങ്ങനെ കൂടിച്ചേർന്ന് അതെന്തോ ഒന്നിങ്ങനെ ആകുന്നുണ്ട്. ഞാനിങ്ങനെ കുറച്ചും കൂടി നോക്കി നിന്നപ്പോ അതറിയാതെ അതൊരു മുട്ടുസൂചിയായി മാറുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ഒരു മുട്ടുസൂചി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇവിടുന്ന് പറയാണ്, പ്രിയമുള്ളവരെ, എന്റെ കയ്യിലുള്ള ഈ മുട്ടുസൂചി എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ റൂമിൽ വെറുതെ ഇരിക്കുമ്പോ കണ്ട ഈ അത്ഭുത പ്രതിഭാസത്തിലൂടെ തനിയെ ഉണ്ടായ ഒരു മുട്ടുസൂചിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി പിരിവിട്ടിട്ടാണെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് കുതിരോട്ടത്തെ കൊണ്ടുപോകും, അല്ലേ? ഉറപ്പല്ലേ? കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും തനിയെ ഒരു മുട്ടുസൂചി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിക്ക് യോജിച്ചതല്ല, അത് ആരും അംഗീകരിക്കൂല, അല്ലേ? അത് പറയുന്നവന് കാര്യമായ എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പറയും. എങ്കിൽ പറ, ഒരു മുട്ടുസൂചി പോലും അല്ല, ഒരു ഷർട്ടിന്റെ ഒരു ബട്ടൺ പോലും തനിയെ ഉണ്ടാവുകയില്ലെങ്കിൽ ഇത്ര സങ്കീർണമായ ഈ പ്രപഞ്ചം അത് തനിയെ ഉണ്ടായി എന്നാണോ ഇവർ പറയുന്നത്? ആ തനിയെ ഉണ്ടായി എന്ന് പറയുന്നതിനുള്ള ഒരു വളരെ ഫ്രീക്കായ ഒരു പേരുണ്ട്. അതെന്താ? യുക്തിവാദം, നിരീശ്വരവാദം. ഇത് ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന നിരീശ്വരവാദമാണ് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അന്ധവിശ്വാസം. കാരണം ബാക്കി അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബേസ് അവർ പറയും, പക്ഷെ ഈ അന്ധവിശ്വാസത്തിന് ഒരു ബേസും ഇല്ല. കാരണം എന്ത് ബേസാണുള്ള? ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാം കിട്ടും ഉണ്ടായി, ഒരു പൊട്ടിത്തെറിയിലൂടെ എല്ലാം കിട്ടുണ്ടായി. എന്നിട്ടോ ആ കയോട്ടിക്കായ ആ ഒരു പ്രപഞ്ചം, അത് റാൻഡം ആയിട്ടുള്ള ആ പ്രപഞ്ചം മൊത്തത്തിലൊരു വ്യവസ്ഥാപിതത്തിന് വഴിമാറി. നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചം മുഴുവൻ വ്യവസ്ഥാപിതത്വത്തിലാണ്, അല്ലെ? എല്ലാം വ്യവസ്ഥാപിതമാണ്. സൂര്യന്റെ ചലനമാകട്ടെ, ചന്ദ്രന്റെ ചലനമാകട്ടെ, ഭൂമിയുടെ ചലനമാകട്ടെ, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫോഴ്സുകളാകട്ടെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആകട്ടെ, എല്ലാം വ്യവസ്ഥാപിതമാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പറ്റാത്ത അവസ്ഥയിൽ പ്രപഞ്ചം തന്നെ സാധ്യമാകാത്ത അത്രയും വ്യവസ്ഥാപിതമായി ഫൈൻ ട്യൂൺഡായ ഒരു പ്രപഞ്ചമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും വ്യവസ്ഥാപിതമായ, ഇത്രയും സൂക്ഷ്മമായ ഈ പ്രപഞ്ചം ഇതൊക്കെ തനിയുണ്ടായി. എന്നാൽ ഒരു മുട്ടുസൂചി പോലും തനിയുണ്ടാവില്ല. ഇതല്ലേ ഏറ്റവും വലിയ യുക്തിരാഹിത്യം എന്ന് പറയുന്നത്? ഇതല്ലേ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത്? അതുകൊണ്ട് ഈ അന്ധവിശ്വാസത്തെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അന്ധവിശ്വാസം എന്താണ് എന്ന് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. എല്ലാം തനിയെ ഉണ്ടായി. ഒന്ന് ആലോചിച്ചോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് മനുഷ്യന്റെ കോശത്തെക്കുറിച്ച്, സെല്ലുകളെ കുറിച്ച്. മനുഷ്യന്റെ കോശങ്ങൾ എന്ന് പറയുന്ന അതിനകത്തുള്ള വിവരത്തെക്കുറിച്ച് നമ്മൾ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഒരുപാട് അട്ടികളുള്ള, ഒരുപാട് നിലകളുള്ള ഒരു ലൈബ്രറിയിൽ നിറയെ പുസ്തകം വെച്ചാൽ ആ പുസ്തകങ്ങളിൽ എത്രത്തോളം വിവരമുണ്ടോ അതിനേക്കാൾ വിവരം നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാത്ത അത്രയും ചെറിയ കോശത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാണ്. ഒരു വലിയൊരു ബിൽഡിങ് ലൈബ്രറി കാണിച്ചിട്ട് ഇതിലുള്ള പുസ്തകം മുഴുവൻ തനിയെ ആരും എഴുതാതെ ഉണ്ടായതാന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കോ? എന്നാൽ അതിനേക്കാൾ കൂടുതൽ വിവരം നമ്മുടെ ഓരോരുത്തരുടെയും സെല്ലുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ഇതൊക്കെ തനിയുണ്ടായത്, ഒക്കെ തനിയുണ്ടായതാ. ഒന്നിനും പിന്നിൽ ഒരു സട്ടാവും ഇല്ല, ഒരു കരങ്ങളും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമത്തെ അന്ധവിശ്വാസം ദൈവമില്ലെന്ന, സട്ടാവില്ലെന്ന, പ്രപഞ്ചത്തിനൊരു സട്ടാവില്ല, നിയന്താവില്ലെന്ന അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ദൈവമുണ്ട് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാമാന്യ ബുദ്ധിയുടെ തേട്ടമാണ്. മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള, അവന്റെ പ്രകൃതത്തിൽ തന്നെയുള്ള ബോധ്യമാണ് ദൈവമുണ്ട് എന്നത്. ആ ദൈവം എന്തിനുണ്ടാവണം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ പ്രകൃതത്തിലേക്ക് അവനെ നയിക്കാൻ, ധാർമ്മികത പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. ദൈവമില്ലെങ്കിൽ ഈ പറഞ്ഞ ശരിതെറ്റുകൾക്കൊരു അടിസ്ഥാനവുമില്ല. ദൈവമില്ലെങ്കിൽ ഈ ധാർമ്മികതക്ക് ഒരടിസ്ഥാനവും ഇല്ല. ദൈവമില്ലെങ്കിൽ ഈ പറഞ്ഞ അരുതായ്മകൾക്കൊന്നും ഒരടിസ്ഥാനമില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പുസ്തകം കാണിക്കുകയാണ്, യുക്തിവാദ സാമൂഹ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള യുക്തിവാദികൾ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവര് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട്, സത്യസന്ധമായിക്കൊണ്ട് അവരുടെ യുക്തിവാദം വിശദീകരിക്കാൻ. നിങ്ങൾ എല്ലാവരും കേൾക്കണം. നമ്മളിങ്ങനെ യുക്തിവാദത്തെ കുറിച്ച് അങ്ങോട്ട് ആരോപണം പറഞ്ഞ പോരല്ലോ, അവരെന്താ പറയുന്നത് എന്ന് അവരുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് വായിച്ചു നോക്കാം. ആ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹെഡിങ് വിലക്കുകളുടെ അപ്രസക്തി എന്നാണ്. വിലക്കുകൾ എന്തുകൊണ്ടാണ് അപ്രസക്തമാകുന്നത് എന്ന് താത്വികമായി വിശദീകരിക്കാൻ പോകാം. സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ്.
അപ്പം യുക്തിവാദികൾ ഇങ്ങനെ ചില വിലക്കുകളൊക്കെ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വിചിത്രമാണ്. യുക്തിവാദികൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ഷടിക്കുന്നു. യുക്തിവാദി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. യുക്തിവാദി പുകവലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത്. യുക്തിവാദിക്ക് പാൻസ് ഇടാമോ പാല് കുടിക്കാമോ എന്നും മറ്റും ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായ ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പരമപ്രാധാന്യം കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് സാരമായ പല സംഗതികളും യുക്തിവാദികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇനി വളരെ കൃത്യമായിട്ടുള്ള അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാൻ. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. ശരിക്ക് കേൾക്കണേ, നമ്മൾ ആരോപിക്കല്ല. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ല. അരുത് എന്ന് പറയുന്നതിൽ യുക്തിവാദത്തിൽ ദൈവമില്ലാത്ത ഒരു അവസ്ഥയിൽ, ദൈവമില്ലാത്ത ഒരു കാഴ്ചപ്പാടിൽ അരുതുകൾക്ക് ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് എന്തു പറയാൻ പാടില്ല? മദ്യപിക്കരുത് എന്ന് പറയുന്നത് അത് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മോഷ്ടിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ല. ഒരരുതും പറയാൻ പാടില്ല. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാണ്. അതെല്ലാം മതപരമാണ്. മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അതൊക്കെ മതാനുയായികൾക്ക് മാത്രമാണ് ഈ മോഷ്ടിക്കരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് പോലുള്ള അരുതുകൾ ബാധകമായിട്ടുള്ളത്. അരുതുകളുടെ അതിര് ലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും. മരണാനന്തര ജീവിതം സുഖകരമായിരിക്കാൻ അത്തരം ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഭൗതിക ജീവിതം ഇനിയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന യുക്തിവാദികളും അതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പലർക്കും കഴിഞ്ഞെന്നു വരില്ല. വളരെ സത്യസന്ധമായി യുക്തിവാദം, നിരീശ്വരവാദം പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇതൊക്കെ ദൈവമുണ്ട്, മരണാനന്തര ഒരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ ആത്യന്തികമായ ഒരു നീതിയുണ്ട്, നന്മ നടപ്പിലാക്കപ്പെടും, നീതി നടപ്പിലാക്കപ്പെടും എന്നൊക്കെ വിശ്വസിക്കുന്ന മതാനുയായികൾക്കാണ് ഈ മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, അത് ചെയ്യരുത്, മോശം പറയരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മതാനുയായികൾക്ക് മാത്രമാണ് ബാധകം. ഇവർ പറഞ്ഞ വാചകം അതേപടി വായിക്കാം. ഭൗതിക ജീവിതം മാത്രമേ ഉള്ളൂ, ഈ ലോക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന ഒരു ഭൗതികവാദിയും ഒരു നിരീശ്വരവാദിയും അതൊക്കെ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് പലർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഇതാണ് അടിസ്ഥാനം. ഭൗതിക ലോകം മാത്രമേ ഉള്ളൂ, ഈ ജീവിതം മാത്രമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ ജീവിച്ചങ്ങോട്ട് മരിച്ചു പോകും. അതിനപ്പുറത്തേക്കൊരു ആത്യന്തികമായ ഒരു നീതിയില്ല, ഒരു നീതി നടപ്പിലാക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം ഈ അരുതുകൾക്ക് ഒരടിസ്ഥാനവുമില്ല. ശരിതെറ്റുകൾ പറയുന്നതിന് ഒരടിസ്ഥാനവുമില്ല. ഇത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരാൾ മതത്തിൽ നിന്നും അകലുമ്പോൾ അവൻ അകലുന്നത് നന്മയിൽ നിന്നുമാണ്. ഒരാൾ മതത്തിൽ നിന്നും അകലുമ്പോൾ അവൻ അകലുന്നത് ധാർമ്മികതയിൽ നിന്നാണ്. ഒരാൾ മതത്തിൽ നിന്നും അകലുമ്പോൾ അവൻ അകലുന്നത് സംസ്കാരത്തിൽ നിന്നാണ്. ഒരാൾ മതത്തിൽ നിന്നും അകലുമ്പോൾ അവൻ അകലുന്നത് വിനയത്തിൽ നിന്നാണ്. ഇത് നമ്മൾ വെറുതെ പറയുന്നല്ല. ഇതിനൊക്കെ എന്തടിസ്ഥാനാണ് ഒരു യുക്തിവാദത്തിലുള്ളത്? എന്തടിസ്ഥാന നിരീശ്വരവാദത്തിലുള്ളത്? നമുക്കൊറ്റ ജീവിതമേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിച്ച് ജീവിച്ചാ പോരെ. ഇതാണ് ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ വെറുതെ പറയുന്നത് മാത്രമല്ല, ഇവർ വളരെ കൃത്യമായി കൊണ്ട് പ്രാവർത്തികമായി കാണിച്ചു തന്നിട്ടുമുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ജീവിതത്തിൽ, ഞാൻ പറയുന്നത് ഇസ്ലാമിൻ്റെത് മാത്രമായ ചില മൂല്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. പക്ഷേ നമ്മളെല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന കാര്യങ്ങളെ പോലും ഈ പറഞ്ഞ ഭൗതികവാദ ലോകവീക്ഷണ പ്രകാരം അതിനൊന്നും ഒരടിസ്ഥാനവും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നന്ദി കെട്ടവനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഭൗതികവാദിയോ അല്ലെങ്കിൽ മതൊന്നും വേണ്ട എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടായിക്കോട്ടെ, ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു നന്ദിയില്ലാത്തൊരു ജീവിതം, നന്ദി കെട്ട ജീവിതം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് നന്ദിയും ആ കടപ്പാടുകളൊക്കെ ഉള്ള ഒരു ജീവിതമാണ് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മനുഷ്യന് വേണ്ടത്. അതിന് മതവിശ്വാസി ആവണമെന്നൊന്നില്ല, അല്ലെ? അത് അങ്ങനെ വേണം നമുക്ക് എല്ലാവർക്കും തോന്നും. പക്ഷേ പ്രിയമുള്ളവരെ, മതമില്ലാത്ത ഒരു അവസ്ഥയിൽ, ദൈവമില്ലാത്ത ഒരു അവസ്ഥയിൽ ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, അവർ വളരെ കൃത്യമായിക്കൊണ്ട് അവർ തന്നെ വിശദീകരിച്ച ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. അപ്പൊ നമ്മൾ ഇത്രയും നാള് നോക്കി വളർത്തിയ ആൾക്കാരാണ്. അതൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇത്രയും നാള് നോക്കി വളർത്തിയ എല്ലാ സാധനവും ലോകത്ത് അങ്ങനെ നിങ്ങൾ മരിക്കാനും ഒക്കത്തില്ല. അപ്പൊ നമുക്ക് നന്ദി അല്ലെങ്കിൽ തിരിച്ച് ഒരു ആവശ്യമില്ലാത്ത ഒരു വാക്കാണ് നന്ദി എന്ന് പറയുന്നത്.
നന്ദിയുടെ ആവശ്യമേ ഇല്ല, ലോകത്ത് ആവശ്യമില്ലാത്തതാണ്. അത് പണ്ട് മുതലാളിമാര് ചോറ് അവരുടേതാണ്, ജോലി അവരുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നെന്നായിരുന്നു. അപ്പോഴാണ് നന്ദി എന്ന് പറയുന്ന വികാരമൊക്കെ വേണ്ടത്. അത് ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ താങ്കൾ താമസിക്കുന്ന ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, അപ്പൊ അവരോടും അങ്ങനെ ഒരു സംഭവമില്ല, അല്പം പോലും നന്ദിയില്ല. ഒരു നന്ദി എനിക്കില്ല. കാരണം എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നും അവരെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ്. പരസ്പരം മ്യൂച്വൽ ആയിട്ടുള്ള പരസ്പര ബഹുമാനമാണ് ഞങ്ങൾക്കുള്ളത്. പരസ്പരം ആവശ്യമുള്ളവരാണെന്ന് അറിയുന്നതിനുള്ള സ്നേഹമാണ്. നന്ദിയില്ല, ആരോടും നന്ദിയില്ല, ഒരാളോടും നന്ദിയില്ല. നന്ദി ആവശ്യമില്ലാത്ത വികാരമാണെന്ന് എനിക്കറിയാം. അത് പണ്ട് ഈ കൃഷിക്കാർ കൈയടക്കി വെച്ച സ്വത്ത് മറ്റുള്ളവർക്ക് സഹായിക്കുകയാണെന്ന് ഭാവിച്ച ദരിദ്രനാരായണ പൂജ ചെയ്ത മനുഷ്യന്മാരുടെ യുക്തിയാണ് ഈ നന്ദി എന്ന് പറയുന്നത്. അത് ആവശ്യമില്ല. അപ്പോ നന്ദി എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു വികാരമാണ്. ഒരു നിലക്കും ആവശ്യമില്ലാത്തൊരു വികാരമാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആവശ്യമുള്ളത് കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് വേണ്ടിയുള്ള പരസ്പര ബഹുമാനം എന്നുള്ളതിനപ്പുറത്തേക്ക് നന്ദിയുടെ ഒരു ആവശ്യമില്ല. നന്ദി എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു വികാരമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അല്ലെ, വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്, മനുഷ്യൻ നന്ദി കെട്ടവനായി പോകുന്നു. അല്ലെ, കുതിരയെ ഉപമിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് വളരെ കൃത്യമാണ്. സൃഷ്ടാവിൽ നിന്നും അകലുമ്പോൾ, മതത്തിൽ നിന്നും അകലുമ്പോൾ മൂല്യങ്ങളിൽ നിന്നാണ് അകലുന്നത്, നന്മകളിൽ നിന്നാണ് അകലുന്നത്, നന്ദിയിൽ നിന്നാണ് അകലുന്നത്. കഴിഞ്ഞില്ല. ഏത് തരത്തിലുള്ള ഒരു ലോകമാണ് ഈ മതമില്ലാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാക്കുന്നത്? നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാം. അഹങ്കാരം എന്ന് പറയുന്നത്, അഹങ്കാരത്തെ കുറിച്ച് എല്ലാവരും അഭിപ്രായം എന്താ? ഇവിടെയുള്ള മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനും പറയും അഹങ്കാരം എന്ന് പറഞ്ഞാൽ തീരെ ശരിയില്ലാത്തൊരു കാര്യാട്ടോ. പക്ഷേ ഒരു മതമില്ലാത്ത ലോകവീക്ഷണത്തിൽ അഹങ്കാരത്തിനെ കുറിച്ച് എന്താണ് നമുക്ക് താത്വികമായി പറയാനുള്ളത്? കേട്ടോളൂ. ഇപ്പൊ ഇയാൾ ഈ പറഞ്ഞ വരിക്കകത്ത് നോക്കിയാൽ അത് കാണാം. അഹങ്കാരം, സ്വന്തമായ വ്യക്തിത്വം ഉണ്ടാകുന്നത് തെറ്റാണെന്ന് പഠിപ്പിച്ചാണ് അടിമകളെ ഉണ്ടാക്കുന്നത്. അനുസരണയുള്ളവരാക്കി മാറ്റുന്നത് അങ്ങനെയാണ്. വിധേയത്വം, വിനയം, ഇതെല്ലാം അടിമയുടെ മൂല്യങ്ങളാണ്. നല്ല അടിമയായി അതിൻ്റെ ഏറ്റവും ഉദാത്തമായ സ്ഥലമാണ് നീ ചെയ്യുന്ന പ്രവൃത്തി നിൻ്റേതല്ലെന്നും അത് ദൈവത്തിൻ്റേതാണെന്നും ആ പ്രവൃത്തിയുടെ ഫലം നീ ഇച്ഛിക്കരുതെന്നും ആ ഫലം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണെന്നും കൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം ഇവിടെ ഈ ഭൂമിയിലല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടതെന്നും അത് മരണാനന്തരമാണ് ആഗ്രഹിക്കേണ്ടതെന്നും അതിനാണ് സ്വർഗവും നരകമൊക്കെ വയ്ക്കുന്നത്. ഇങ്ങനെ മനുഷ്യരെ കീഴ്പ്പെടുത്തി അടിമയാക്കി പറഞ്ഞാലനുസരിക്കുന്ന ജീവികളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് അകത്തുള്ളതാണ്. അപ്പോ അഹങ്കരിക്കണം, അഹങ്കാരം എന്ന് പറയുന്നതാണ് വേണ്ടത്. അല്ലാതെ അഹങ്കാരമില്ലാത്തൊരു അവസ്ഥ, വിനയം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു അടിമത്തമാണ്. അതൊക്കെ മതം പഠിപ്പിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു പേടിപ്പിച്ചുകൊണ്ട് മതം പഠിപ്പിക്കുന്ന ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച സുഹൃത്തുക്കളെ, ഒരു മതമില്ലാത്ത ഒരു അവസ്ഥയാകുമ്പോൾ, ദൈവത്തെ തള്ളിക്കളയുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? നന്ദി വേണ്ട. നന്ദി എന്ന് പറഞ്ഞ വികാരം തന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ അഹങ്കാരം എന്ന് പറയുന്നത് ആവശ്യമുള്ള ഒരു വികാരമാണ്. വിനയം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. എങ്ങനെയാണ് മനുഷ്യൻ പരിവർത്തിക്കപ്പെടുന്നത്? ഇനിയോ വസ്ത്രം, അല്ലെ, വസ്ത്രവും ഇങ്ങനെ ഓരോന്നായി ഇല്ലാതായി പോവാണ്. വസ്ത്രത്തെക്കുറിച്ച് മതമില്ലാത്ത ലോകത്ത് എന്തായിരിക്കും അവസ്ഥ? കേട്ടോളൂ. ഒറ്റയ്ക്ക് കുളിക്കാൻ പോകുമ്പോഴും വസ്ത്രം ധരിക്കത്തില്ല. പക്ഷെ വസ്ത്രം എന്ന് പറയുന്നത് നാണം മറയ്ക്കാനാണെന്നൊക്കെ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട്, നാണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യമായിട്ടുള്ള ഒരു മനോഭാവമാണ്. മറ്റുള്ളവരുടെ മുമ്പിലാണ് നമ്മൾ നാണിക്കുന്നത്, സ്വയം നാണിക്കുന്നില്ല. സ്വയം നാണിക്കുന്നിടത്ത് എത്തുന്നത് രോഗം കൊണ്ടാണ്. മനോരോഗം കൊണ്ടുണ്ടാകുന്ന സ്വയം നാണം ഉണ്ടാകും. ആൾക്കാർക്ക് ഉടുപ്പയെ ഊരാൻ പറ്റാതായി പോയവരൊക്കെ ഉണ്ട് ലോകത്ത്. അത് ഈ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വസ്ത്രം വന്ന് വീട്ടിൽ വന്ന് ഊരിയിട്ട് അത്ര കൊള്ളാത്ത വസ്ത്രം എടുത്തിടും. കാരണം ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലോ നമ്മളെ കണ്ടാലോ എന്നുള്ള പേടിച്ചുകൊണ്ട് മാത്രമാണ് ആ വസ്ത്രം ഇടുന്നത്. വളരെ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും വസ്ത്രം ധരിക്കത്തില്ല, ആവശ്യമില്ല. മറ്റൊരാൾ അപ്പോഴാണ് ആഭരണത്തിന്റെ യുക്തിക്കകത്ത് നമ്മളതിനെ മനസ്സിലാക്കുക. അപ്പോ വസ്ത്രത്തെയും താത്വികമായി എന്ത് ചെയ്യുക? വസ്ത്രം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് കൊണ്ട് മാത്രമാണ്. അതിലൊക്കെ വസ്ത്രത്തിൽ കുരുങ്ങിപ്പോയ ഒരു സമൂഹമാണ്. അങ്ങനെ വസ്ത്രവും വേണ്ട. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് തരത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിതമാണ് ഈ മതമില്ലാത്ത അവസ്ഥ? മതരഹിതമായ ഒരു സാമൂഹ്യ ജീവിതം എന്തൊക്കെയായിരിക്കും? നന്ദിയില്ലാത്തൊരു കൂട്ടര്, അഹങ്കരിച്ച് നടക്കുന്ന, വിനയൊന്നും ഇല്ലാത്തൊരു കൂട്ടര്. ഏതുവരെ ചോദിച്ചാല്
ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ചോദിച്ചാൽ ലഹരിയെ കുറിച്ച് എന്തായിരിക്കും അവസ്ഥ, ലഹരിയെ കുറിച്ച് എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. ഈ ആക്ടിവിറ്റിയാണ്, ഈ മോണിറ്ററിംഗ് ആണ്. മനുഷ്യരുടെ ജീവിതത്തിനകത്ത് ഒരു തവണയോ 2 തവണയോ അതൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി വിടുന്ന ലോകങ്ങളാണ് ഇതൊക്കെ. 100 പേരിൽ 4 or 5 പേരോ അഡിക്റ്റ് ഒക്കെ ആകും. ഇതൊക്കെ നമുക്കറിയാം. ഇത് അങ്ങനെ അഡിക്റ്റ് ആയിരിക്കുന്ന ലോകങ്ങൾ തന്നെയാണ് ഈ വയസ്സരായ ആൾക്കാരുടെ ജീവിതം മുഴുവൻ. സകല കള്ളുകുടിയന്മാർ, ഈ പോലീസിലിരിക്കുന്ന ഏമാന്മാർ മുഴുവൻ കള്ളുകുടിയന്മാരല്ലേ? ഈ അധ്യാപകർ മുഴുവൻ കള്ളുകുടിയന്മാരല്ലേ? ഇത് ആരോട് കാണിക്കുകയാണ് ഇവരിതൊക്കെ? ഈ ജഡ്ജിമാരും ഈ സകല അവന്മാർ ഈ ഇവിടുത്തെ സകല ക്ലബിനകത്ത് ഇരുന്ന് കുടിക്കുന്നവരല്ലേ? എന്നിട്ട് ഇരുന്ന് ഭയങ്കര മോറൽ വിശദീകരണമാണ്. നമുക്ക് ഞാൻ പറഞ്ഞത് എത്ര കഷ്ടം പിടിച്ച ഒരു രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സകല സൗകര്യങ്ങളുണ്ട്, സകല തരത്തിലും ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു രാജ്യത്തിനകത്ത് ഈ മനുഷ്യന്മാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം മുട്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന മര്യാദഘട്ട ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റാണ് ഈ പറയുന്നത്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. അതാണ്, കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്, നിയമപരമാക്കേണ്ടതാണ്. ഇവിടെ അരുത് അരുത്, അത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്വാസം മുട്ടിക്കുകയാണ്, വെറുതെ ആവശ്യമില്ലാത്ത ഇടങ്ങേറാക്കുകയാണ്. എന്താ ഇത്രയും ചൂടാവാൻ എന്താ? ഇവിടെ വല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തരാവസ്ഥ എങ്ങനെ പ്രഖ്യാപിച്ചോ? ഒന്നുമില്ല. ആകെ സംഭവിച്ചത് ഇവിടെ കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അതിനോടുള്ള രോഷമാണ് ഈ കാണിക്കുന്നത്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതിയധികം സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും, കേക്ക് കഴിക്കും, സകലതാനും റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായിരിക്കും. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മുഴുവനും എല്ലായിടത്തും ചെയ്യുന്നതാണ്. ഇവിടെ മാത്രം 11 വർഷവും 12 വർഷവും ജയിലിൽ കിടക്കണം, ക്രിമിനലായി മാറുകയും ചെയ്യും. എത്ര കഷ്ടമാണ് ഇതൊക്കെ. ഇങ്ങനെ സമീപിച്ചിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് ഇവന്മാർ എന്താണ് ഈ പിള്ളേരെ ചെയ്യുന്നത്? അപ്പോ എന്തൊരു കഷ്ടമാണിത് എന്ന് പറയാൻ കാരണം എന്താ? കഞ്ചാവ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല. കഞ്ചാവൊക്കെ നിയമപരമാക്കേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഒന്നിലേറെ ന്യൂസ് നമ്മൾ കേട്ടു, വാർത്തകൾ നമ്മൾ കേട്ടു. മദ്യപിച്ചുകൊണ്ട്, കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ പോലും കുത്തിക്കീറി കൊലപ്പെടുത്തിയ വാർത്തകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇവർ പറയുകയാണ്, എന്തൊരു കഷ്ടാണിത്. എന്തേ കഷ്ടം? അമ്മനെ കുത്തിക്കൊന്നാണോ? അല്ല. ആളുകളെ ഉപദ്രവിച്ചതാണോ? അല്ല. കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടില്ല. കഞ്ചാവ് ഉപയോഗിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ല. നാലുക്ക് സുഹൃത്തുക്കളെ, ഇതാണ് മതമില്ലാത്ത ഒരു ലോകം. ഇവർ സ്വപ്നം കാണുന്ന ലോകം ഇതാണ്. അതിരുകളില്ലാത്ത, അരുതുകളില്ലാത്ത ലോകം. നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൃദുല വികാരങ്ങളെ തൊട്ട് അവനെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്, അല്ലേ? മുമ്പൊക്കെ നിരീശ്വരവാദികൾ വന്നിരുന്നത്, നമുക്ക് സംസാരിക്കാം, സംവദിക്കാം, ദൈവമുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യാം, പ്രപഞ്ചോൽപത്തിയെ പറ്റി ചർച്ച ചെയ്യാം, ജീവോൽപത്തിയെ പറ്റി ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മുമ്പ് നിരീശ്വരവാദികൾ വന്നിരുന്നത്. പക്ഷേ ഇപ്പോ അങ്ങനെ വന്നാൽ ശരിയാവില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ജീവോൽപത്തിയെ പറ്റി, പ്രപഞ്ചോൽപത്തിയെ പറ്റി ചർച്ച ചെയ്യാമെന്നാൽ എങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായി സംതിങ്, എങ്ങനെ നത്തിങ്ങിൽ നിന്നും സംതിങ് ഉണ്ടായി എന്നൊക്കെ തിരിച്ചു ചോദ്യം വരും. അവിടെ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്താ, വളരെ എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള യുവാക്കളെ വിളിച്ചു വരുത്തുക, എന്നിട്ടോ അവർക്ക് അവരുടെ ആ പ്രായത്തിൽ അവർക്ക് വളരെ ആകർഷകമായി തോന്നുന്ന ചില കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുക. എന്താ, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവർക്കും അവരുടെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ആ ഒറ്റ ജീവിതത്തിൽ പരമാവധി ആസ്വദിച്ച് ജീവിക്കല്ലേ വേണ്ടത്? ആസ്വദിച്ച് ജീവിക്കാണ് വേണ്ടത്. ആ ആസ്വാദനം എന്ന് പറയുന്നത് എല്ലാ നിലക്കും നമ്മൾ ആസ്വദിക്കണ്ടേ? ആസ്വദിക്കണം. അപ്പൊ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു സാധനമല്ലേ? ആണ്. എന്നാ പിന്നെ അതും നമ്മൾ ഉപയോഗിക്കണ്ടേ, അല്ലേ? മദ്യപാനം അതൊക്കെ തെറ്റാന്നൊക്കെ കുറെ മതവാദികളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. മദ്യപാനം കുറച്ചൊക്കെ ആവാം. അതേപോലെ തന്നെ പ്രണയത്തിനുമേൽ ആര് വരച്ചു ലിംഗാതിർത്തികൾ, അല്ലെ? ആണും പെണ്ണും മാത്രമേ പ്രണയിക്കാൻ പാടുള്ളൂ, കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ആരാ പറഞ്ഞത്? ആരാ കപട സദാചാരം ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോ കുട്ടികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കൊക്കെ ഭയങ്കര ആവേശമായി. അവർക്കെന്താണോ ആഗ്രഹിക്കുന്നത്, അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിവര് പറഞ്ഞു കൊടുക്കാൻ, അല്ലെ? അതൊക്കെ പറ്റും, നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചോളൂ, കഞ്ചാവ് ഉപയോഗിച്ചോളൂ, നന്ദി ആവശ്യമില്ല, അതുപോലെ തന്നെ അഹങ്കരിച്ചോളൂ, വിനയം ആവശ്യമില്ല. ഇങ്ങനെ നന്മകളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട്
തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു തോന്യാസി കൂട്ടത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് മതരഹിതമായ ഒരു സാമൂഹ്യ ജീവിതം കൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത്. എന്തർത്ഥത്തിലാ ഈ ഏതെങ്കിലും ഒരു കാര്യം? ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എല്ലാവരും ഇങ്ങനെ കഞ്ചാവ് വലിക്കണം എന്ന് പറയുന്നവരല്ലല്ലോ. അല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്തിന് നമ്മൾ കഞ്ചാവ് വലിക്കാതിരിക്കണം? എന്തിന് നമ്മൾ നന്ദിയുള്ളവരാകണം? എന്തിന് നമ്മൾ നന്മ ചെയ്യണം? ഇതിന് വല്ല ഉത്തരവും മതരഹിതമായ ലോകവീക്ഷണത്തിലുണ്ടോ? എന്തെങ്കിലും ഒരു ഉത്തരവുണ്ടോ? എന്തിന് നന്മ ചെയ്യണം എന്ന വിഷയത്തിൽ മതരഹിതമായ ലോകവീക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ഉത്തരവുണ്ടോ? സാധാരണ ചോദിക്കും, ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ മതമാണ് നന്മ മതം ഉണ്ടെങ്കിൽ മാത്രമേ നന്മ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മതമില്ലാത്തവരും നന്മ ചെയ്യുന്നവരില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിയാണ്, ചെയ്യാറുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എല്ലാവരും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. എല്ലാവരും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. ആ പ്രകൃതത്തിൽ നന്മയുണ്ട്. ആ നന്മ എല്ലാ മനുഷ്യരിലുമുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നന്മയുണ്ട്. പക്ഷേ ആ നന്മയിൽ നിന്നും തെറ്റിപ്പോകുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ ധാർമ്മികതയുടെ ഒരടിസ്ഥാനം ആവശ്യമാണ്. അതാണ് മതം. ആ നന്മയിലേക്ക് പോകാതെ ഒരാൾ തെറ്റിപ്പോകുമ്പോൾ ആ നന്മയിലേക്ക് അവനെ പ്രേരിപ്പിക്കാൻ ഒരു അടിസ്ഥാനം ആവശ്യമാണ്. അതാണ് മതം എന്ന് പറയുന്നത്. അതാണ് ദൈവിക ദർശനം എന്ന് പറയുന്നത്. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. വയനാട് ഉരുൾപൊട്ടലുണ്ടായി. പല ആളുകളും ഇവിടെ നടക്കാം അങ്ങോട്ടേക്ക് പോയി സഹായിക്കാൻ, ആളുകളെ സഹായിക്കാൻ, ആ ചെളിയിൽ പൂണ്ട ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ. കേരളം 2 വലിയ പ്രളയം കണ്ടു. തെക്കിൽ നിന്ന് വടക്കോട്ടും വടക്കിൽ നിന്ന് തെക്കോട്ടും ആളുകൾ ഓടി ആളുകളെ സഹായിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ മതവും ഇതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യന് അയാൾക്ക് സ്വയമേ തോന്നുന്നില്ല, അയാൾ ഇങ്ങനെ വിചാരിക്കാണ്, എന്തിനാ ഞാനിപ്പോ ഈ ഉരുൾപൊട്ടലുള്ള അവിടെയൊക്കെ ചളിയിലേക്കൊക്കെ പോയി ഭയങ്കര ഇടങ്ങേറായി, അവിടെ നിന്നുള്ള ചളിയിലും അതുപോലെ തന്നെ ഇടങ്ങേറൊക്കെ ആയി, എന്തിന് ഞാൻ അവിടെ പോയി സഹായിക്കണം എന്നൊരു ഒരു വ്യക്തി വിചാരിക്കുകയാണെങ്കിൽ, അവനെ അല്ല, നീ നിന്റെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നിന്റെ വീടിൽ നിന്നും പുറത്തിറങ്ങിക്കൊണ്ട് പ്രയാസപ്പെട്ടവരെ സഹായിക്കണം എന്ന് പഠിപ്പിക്കാൻ മതമില്ലാത്ത അവസ്ഥക്ക് എങ്ങനെ സാധിക്കും? എന്തടിസ്ഥാനത്തിലാ അത് ചെയ്യണമെന്ന് പറയാ? പക്ഷേ നമ്മൾ പറയുന്നു, ആ നന്മ ചെയ്യാൻ താല്പര്യമില്ലാത്തവനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ മതത്തിന് സാധിക്കും. ഇനി ഒരാൾ തിന്മയിലേക്ക് പോവാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു തിന്മ, കഞ്ചാവാകട്ടെ, അല്ലെങ്കിൽ ഉമ്മാന അടിക്കലാകട്ടെ, അല്ലെങ്കിൽ വേറെ എന്തോ ആവട്ടെ, ഏതെങ്കിലും ഒരു തിന്മയിലേക്ക് നടക്കുന്ന ഒരു വ്യക്തിയോട് അരുത്, നീ ആ തിന്മ ചെയ്യരുത് എന്ന് പറയാൻ മതത്തിന് സാധിക്കും. പക്ഷേ മതരാഹിത്യത്തിന്, നിരീശ്വരവാദത്തിന്, യുക്തിവാദത്തിന് സാധിക്കുമോ? ഇല്ല എന്ന് അവരെന്നെ പറഞ്ഞു. അരുതുകൾക്ക് അപ്രസക്തിയാണ്, അല്ലെ? അരുത് എന്ന് പറയാൻ ഒരടിസ്ഥാനവും ഇല്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്, ഒരു നന്മ ചെയ്യാത്ത ഒരാളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ മതത്തിനെ കഴിയൂ. തെറ്റിലേക്ക് പോകുന്ന ഒരാളോട് തെറ്റ് ചെയ്യരുതെന്ന് പറയാൻ മതത്തിനെ സാധിക്കുള്ളൂ. നിരീശ്വരവാദത്തിന് സാധ്യമല്ല. ആർക്കെങ്കിലും തോന്നുകയാണ്, ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തോന്നുകയാണ് നിരീശ്വരവാദത്തിന് അത് പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ഈ അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ അതിന്റെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആർക്കു വേണമെങ്കിലും ഇവിടേക്ക് കടന്നു വരാം. നിരീശ്വരവാദം കൊണ്ട് ഒരു കാര്യം അത് നന്മയാണെന്ന് തെളിയിക്കാൻ, അത് ചെയ്യണമെന്ന് തെളിയിക്കാൻ ആർക്ക് സാധിക്കുമെങ്കിലും അവർക്ക് ഇവിടേക്ക് കടന്നു വരാം. സാധ്യമല്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിലക്കുകൾ അപ്രസക്തമാണ്. മരണാനന്തര ഒരു ജീവിതമുണ്ട്, ദൈവമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ അരുതുകളും വിലക്കുകളും എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, മനുഷ്യന്റെ പ്രകൃതത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മനുഷ്യന് അവന്റെ പ്രകൃതം, ആ പ്രകൃതത്തിൽ നിന്നും തെറ്റാനുള്ള സാധ്യതയടക്കമുണ്ട്. അവന്റെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നത് നേച്ചർ കൊണ്ടാണ്. ആ നേച്ചർ, ആ ഒരു ഗൈഡൻസ്, അത് അവനെ സൃഷ്ടിച്ച സട്ടാവിൽ നിന്നായിരിക്കണം എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായി പറഞ്ഞു വെക്കുന്നത്. അതല്ല, അങ്ങനെ ഒരു സട്ടാവ് ആവശ്യമില്ല, അങ്ങനെ ഒരു ദൈവമില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗൈഡൻസിന് ഒരടിസ്ഥാനവും അവർക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നന്മ ചെയ്യാത്ത ഒരാളെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ നിരീശ്വരവാദത്തിനോ ലിബറലിസത്തിനോ സാധ്യമല്ല. തിന്മയിലേക്ക് പോകുന്ന ഒരാളെ അതിൽ നിന്നും തടയാനും നിരീശ്വരവാദത്തിന് സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഈ വിശുദ്ധ ഖുർആൻ ദൈവത്തിൽ നിന്നുള്ള, നാം നേരത്തെ പറഞ്ഞ ഏകനായ സട്ടാവിൽ നിന്നുള്ള ദൈവിക മാർഗദർശനം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ഫഇമ്മായ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഫഇമ്മായ യഅതിയന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്നുള്ള നേർമാർഗം,
എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ ഫമൻ തബിഅ ഹുദായ, ആര് ആ നേർമാർഗം, ആ സന്മാർഗം അതിനെ പിൻപറ്റിയോ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. മതമില്ലാത്ത ഒരു ലോകം എന്ന് പറഞ്ഞാൽ, ദൈവമില്ലാത്ത ഒരു ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. നമ്മൾ പല ഈ യുവതലമുറയെയും ചെറിയ തലമുറയൊക്കെ ഭയങ്കര കുറ്റം പറയും, അല്ലെ? ഇപ്പോഴത്തെ തലമുറ തീരെ ശരിയില്ല, ഉപ്പ പറഞ്ഞാൽ കേൾക്കൂല, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടുന്ന തലമുറയാണ്. അവര് മയക്കുമരുന്നിന്റെ അടിമകളാണ്, അവര് ലഹരിയിലാണ്, അവര് തിന്മകളിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്, അശ്ലീലം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പ്രശ്നങ്ങളുടെ എല്ലാം നാരായ വേര് എന്ന് പറയുന്നത് ഈ ചിന്തയിലാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് പരമാവധി അടിച്ചു പൊളിക്കാനുള്ളതാണ്. അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയാനുള്ളതല്ല ഈ ജീവിതം എന്ന് പഠിപ്പിക്കുന്ന ഈ ലിബറൽ ചിന്തയിൽ നിന്നാണ്, ഈ മതരഹിത ചിന്തയിൽ നിന്നാണ് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പേര് കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ലഹരി ഭയങ്കര പ്രശ്നമായി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ലഹരി പ്രശ്നമായിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പുകൾ കൊടുക്കും, ലഹരി വിരുദ്ധ ക്ലാസുകൾ കൊടുക്കും. എന്നിട്ട് എന്താ പറയാ? കുട്ടികളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കരളടിച്ചു പോകും, നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും, നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചു പോകും എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ വിചാരിക്കെന്താ, അവരൊക്കെ ഇതിങ്ങനെ കേട്ടിട്ട് പേടിച്ചിട്ട് എന്നാ പറയാ ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതാണോ? എന്താ ഇവരുടെ ചിന്ത? ഇത് കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചിന്തകൾ നിരന്തരമായി സിനിമകളിലൂടെ, റീലുകളിലൂടെ, ഷോർട്സിലൂടെ തലയിൽ കയറിയ ഒരു കുട്ടിയുടെ ചിന്ത എന്താ? ആ കുട്ടി ചിന്തിക്കുന്ന എന്താ? എന്തായാലും ഒറ്റ ലോകേ ഉള്ളൂ, ആകെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, ആ ഒറ്റ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. എന്തായാലും ഒരു ദിവസം മരിക്കും. 60 വയസ്സായി വടിയും കുത്തിപ്പിടിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് മരിക്കുന്നതിനും നല്ലത് ഈ ചെറിയ പ്രായത്തിൽ പരമാവധി സുഖങ്ങൾ അറിഞ്ഞ് എല്ലാവിധ ആസ്വാദനങ്ങളും അറിഞ്ഞുകൊണ്ട് പരമാവധി സുഖിച്ച് ജീവിക്കുന്നതും അങ്ങനെ മരിക്കുന്നതും അല്ലേ? എന്തായാലും ഒറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ പരമാവധി സുഖം അനുഭവിക്കുക, പരമാവധി എക്സ്പ്ലോർ ചെയ്യുക, അല്ലെ? എല്ലാ ടേസ്റ്റും എക്സ്പ്ലോർ ചെയ്യുക. അത് കഞ്ചാവ് എക്സ്പ്ലോർ ചെയ്യണം, MDM എക്സ്പ്ലോർ ചെയ്യണം, കള്ള് എക്സ്പ്ലോർ ചെയ്യണം, അല്ലെ? ബിയർ എക്സ്പ്ലോർ ചെയ്യണം, എല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയോട് കരളടിച്ചു പോകുന്ന, കിഡ്നി അടിച്ചു പോകുന്ന കഥ പറഞ്ഞത് കൊണ്ട് വല്ല കാര്യവും ഉണ്ടോ? ഇല്ല. കതിരിൽ വളം വെച്ചത് കൊണ്ട് കാര്യമില്ല നമ്മൾ പറയൂലേ? അവർക്കത് യേശൂല. കാരണം എന്താ? അവര് വിചാരിക്കുന്നത് ആയിക്കോട്ടെ കരളടിച്ചോട്ടെ, എന്നാലെന്താ ആസ്വദിച്ച് ജീവിക്കണ്ടേ? കിഡ്നി അടിച്ചോട്ടെ, എന്താ പ്രശ്നം? ആസ്വദിച്ച് ജീവിക്കണ്ടേ? ഈ ചിന്ത ഇത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളറിയാതെ, ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും വേറെ എവിടെയുള്ള നിരീശ്വരവാദികളെ കുറിച്ചോ യുക്തിവാദികളെ കുറിച്ചോ അല്ല, ഇത് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും വീടകങ്ങളിൽ എത്തിയിരിക്കുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലടക്കം ഇത്തരം സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ പോലും ദൈവത്തിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് നമുക്കെന്താ? നമ്മുടെ ആസ്വാദനവും നമ്മുടെ ഈ പറഞ്ഞ ഈ ലോക ജീവിതത്തിലുള്ള പരമാവധി ആസ്വാദനക്കാണ് ഏറ്റവും വലുത്. അതിന് പകരമായിക്കൊണ്ട് ഈ പറഞ്ഞ ഹറാമും ഹലാലും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ഇത്തരം ചിന്തകൾക്കൊന്നും അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. അതൊക്കെ കുറച്ച് മതത്തെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന കുറച്ചാളുകൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പോലും ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, ഇത് വേറെ എവിടെയോ കിടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് നമ്മളെപ്പോലും ബാധിച്ചിരിക്കുന്ന, നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ കുട്ടികളെപ്പോലും ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണിത്. ഇത് കൃത്യമായി മനസ്സിലാക്കുകയും ഈ മതരഹിതമായ ലോകവീക്ഷണത്തെ എങ്ങനെയൊക്കെയാണ് ഇത് കടന്നു വരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കുകയും വേണം എന്നത് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും പരമാവധി ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ മക്കൾ അല്ലെ പുതിയ കാലത്ത് ഈ പറഞ്ഞ മതരഹിതമായ ലോകവീക്ഷണത്തിൽ മതത്തിന് പ്രസക്തിയില്ലാത്ത ഒരു ലോകം ഇവിടെ സൃഷ്ടിക്കുകയും അത് പാഠപുസ്തകങ്ങളിലൂടെ പോലും അത് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു റിയാലിറ്റിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ മക്കളെ തിരിച്ചു വിളിക്കാൻ, നമ്മുടെ മക്കളെ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ, നമ്മുടെ മക്കളെ നന്മയിലേക്ക് വിളിക്കാൻ വളരെ ബോധപൂർവമായ പരിശ്രമം കൂടെ ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിസ്ഡം സ്റ്റുഡൻസ് അതിനുവേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്.
ഏതാനും മാസങ്ങൾക്കപ്പുറത്ത് മെയ് 11-ാം തീയതി ഇൻഷാ അല്ലാഹ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഒരു വിദ്യാർത്ഥി സംഗമം ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ് പെരിന്തൽമണ്ണയിൽ. അതിന്റെ ഭാഗമായി നമ്മുടെ തെരുവോരങ്ങളിലേക്ക് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടിയാ? വേറെ എന്തെങ്കിലും വോട്ടിനു വേണ്ടിയല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ ഉയർത്താൻ വേണ്ടിയല്ല, മറിച്ച് ഈ പറഞ്ഞ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, അതുപോലെ തന്നെ തോന്നിയതുപോലെ നടക്കാം, തോന്നിയതുപോലെ ജീവിക്കാം എന്ന് പഠിപ്പിക്കപ്പെടുന്ന, നിരന്തരം അത് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യപ്പെടുന്ന പുതിയ തലമുറയെ തിരിച്ചു വിളിക്കാൻ സ്ട്രീറ്റ് ലോഗുകളായി, ക്യാമ്പസ് ഡിബേറ്റുകളായി, ക്യാമ്പസ് കോൺഫറൻസുകളായി വിസ്ഡം സ്റ്റുഡൻസ് ഇൻഷാ അല്ലാഹ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വളരെ ഗൗരവകരമായ ശ്രദ്ധ, സപ്പോർട്ട് ആ വിഷയത്തിൽ ആവശ്യമാണ് ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഗ്രാമുകളിലെല്ലാം നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും നാം ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലേക്കും അതുപോലെയുള്ള സംവാദങ്ങളിലേക്കും നമുക്ക് കടക്കാമെന്നാണ് കരുതുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.